ചന്ദനത്തിരിയുടെ കത്തിക്കഴിഞ്ഞ ഭാഗങ്ങൾ ഉപയോഗിച്ച് ശില്പങ്ങൾ തീർക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാം. കാസർഗോഡ് മഞ്ചേശ്വരത്തെ മൗനേഷ് ആചാര്യയാണ് മറ്റുള്ളവരിൽ കൗതുകം ജനിപ്പിക്കുന്ന ശില്പങ്ങൾ ഒരുക്കി ശ്രദ്ധേയനാകുന്നത്. ശ്രീനി ആലക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ന് നമ്മോടൊപ്പം ചേരുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്, BJP സ്ഥാനാർത്ഥിയാണ്. മഞ്ചേശ്വരം പഞ്ചായത്തിലെ ഏത് വാർഡിലാണ് മത്സരിക്കുന്നത്? 12 വാർഡ് അരിമല കടമ്പാറ. ചന്ദനത്തിരി കത്തി ബാക്കി വരുന്ന ആ സ്റ്റിക്കുകൾ ഉപയോഗിച്ചാണ് ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് വലിയ ഒരു പ്രയത്നം തന്നെയല്ലേ ഇത്തരത്തിൽ ഉണ്ടാക്കുക? അതെ അതെ, വലിയ പ്രയത്നമാണ്. എനിക്കെന്ന് പറഞ്ഞാല് ഇങ്ങനെ ചന്ദനത്തിരി കത്തിച്ചിട്ട് ഈ ഗ്ലാസ്സിലിട്ടിട്ട് വെക്കും എപ്പോഴും. അപ്പൊ ഒരു പ്രാവശ്യം ചാടാൻ പോയി. ചാടാൻ നമുക്കൊരു ഐഡിയ തോന്നി, ഇങ്ങനെ ഒരു ആർട്ടാക്കിയാൽ എന്താണ്. അപ്പൊ ഈ ഒരു ആർട്ടാക്കി ഞാൻ ആദ്യമായിട്ടാക്കിയതാണല്ലേ? ആദ്യമായിട്ട് ഒരു പേപ്പറിൽ ഇങ്ങനെ സമ്പ്രദായത്തിരിയുടെ ഈ ശേഷിച്ച ഭാഗങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് ഒരു സീനറി ഉണ്ടാക്കി. അവിടെയാണ് തുടക്കം അല്ലേ? പിന്നെ ഇതാക്കി, പിന്നെ വേറൊരു ക്ഷേത്ര ഒരു വീടിന്റെ ഒരു മോഡലാക്കി. അപ്പോ നല്ലൊരു ഐഡിയ തോന്നി. ഒരു ഐഡിയ തോന്നി. പിന്നെ അതേ ടൈമിൽ നമ്മള് അയോധ്യയില് ശിലാന്യാസ ആ ടൈമിക്ക് നമ്മൾക്കൊരു സ്പെഷ്യൽ എന്തെങ്കിലും ചെയ്യണ ഒരു താല്പര്യം വന്നു. അപ്പോ ഈ അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന് അങ്ങനെ കാർഡിലാക്കുന്ന പകരം ഇതുപോലെ ആക്കാന്ന് ഒരു കൊടുക്കാറുണ്ടോ? ഇല്ല, കൊടുക്കുന്ന ഐഡിയ ഇല്ല. ഇത് ഒരു പ്രാവശ്യം ആക്കിയാൽ രണ്ടാമത്തെ പ്രാവശ്യം കുറച്ച് കഷ്ടമാണ്. പിന്നെ ഇവിടെ നമുക്ക് കാണാം ഒരു വലിയ രഥമാണ്. ഇതിനു മുന്നേ തന്നെ ഈ രഥം ഇവിടെ നമുക്ക് ഇതിനെ ഈ വിഷ്വലിൽ കാണാൻ കഴിയും. ഈ ക്ഷേത്രത്തിലെ, അതായത് ഈ ക്ഷേത്രത്തിന്റെ പേരെന്താ? ശ്രീമദ് അനന്തേശ്വര. ശ്രീമദ് അനന്തേശ്വര ക്ഷേത്രമാണ് മഞ്ചേശ്വരത്തിലുള്ള. അപ്പൊ ഇവിടെ ഉത്സവം കാലമായിരുന്നു, ഉത്സവം കഴിഞ്ഞതേ ഉള്ളൂ. രഥത്തിന്റെ രൂപം നമുക്കിവിടെ കാണാൻ കഴിയും. അദ്ദേഹം അതുപോലെ തന്നെ രൂപം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും യഥാർത്ഥത്തിൽ എന്താണ് ജോലി? എന്താണ്? സ്വർണ്ണപ്പണി. വിശ്വകർമ്മൻ ആചാര്യൻ അല്ലേ? അപ്പൊ സ്വർണ്ണപ്പണിയാണ്. മത്സരരംഗത്തുണ്ട്. എങ്ങനെയുണ്ട്? വിജയ പ്രതീക്ഷയുണ്ടോ? ഒരു പ്രതീക്ഷയ്ക്ക് നോക്കണം. ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ഇത്തരത്തിൽ ഒരുപാട് കഴിവുകളുള്ള വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെ പെട്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ലെന്ന് മാത്രം. എന്തായാലും എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. ശ്രീനി ആലക്കോട്, ദൂരദർശൻ ന്യൂസ്, കാസർഗോഡ്.